ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. ആഗോള ഭരണനിർവഹണത്തിൽ വിശ്വസനീയവും ഫലപ്രദവുമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നും പുരോഗതി കൈവരിക്കാൻ ഗ്ലോബൽ സൌത്തിന്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഘാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ഇന്ത്യയുടെ G20 ദർശനം പ്രധാനമന്ത്രി വ്യക്തമാക്കി. 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് കാണാനും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തെ നിർവചിക്കുന്ന ചർച്ചകൾക്ക് സാക്ഷ്യം വഹിക്കാനും പ്രധാനമന്ത്രി ഘാന എംപിമാരെ ക്ഷണിച്ചു. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ എത്തും. രാജ്യത്തിന്റെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനവേളയിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പോർട്ടോ സ്പെയിനിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തിലും അദ്ദേഹം സംസാരിക്കും. വ്യാപാരം, പ്രതിരോധം, ഡിജിറ്റൽ പരിവർത്തനം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണത്തിന് സന്ദർശനം വഴിയൊരുക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പഴയ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ചു. തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത്. അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി സന്ദർശിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേർന്നു. ശാസ്ത്രത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നതായും ശാസ്ത്ര അവബോധമുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം കോഴായിൽ സ്ഥാപിച്ച സയൻസ് സിറ്റിയുടെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സയൻസ് സിറ്റി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച 30 ഏക്കറിലാണ് സയൻസ് സിറ്റിയുടെ നിർമ്മാണം. വിവിധ സർക്കാർ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് അവലോകന യോഗം ചേർന്നു. കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ജില്ലകളുടെ യോഗമാണ് നടന്നത്. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് 1 മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കാനാകുമെന്ന് മേഖലാതല അവലോകന യോഗം വിലയിരുത്തി. പ്ലാന്റിൽ നിലവിൽ ട്രയൽ റൺ നടന്നുവരികയാണ്. ജൂലൈ അവസാനത്തോടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. 150 ടൺ ശേഷിയുള്ള പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചിയുടെ മാലിന്യ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വനനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ കോട്ടയം CMS കോളേജിൽ വനമഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ട്രീ ബാഗ് പദ്ധതിയിലൂടെ ചന്ദനം ഉൾപ്പെടെ വില കൂടിയ മരങ്ങൾ നട്ട് വളർത്തി ആദായമെടുക്കാനുള്ള സൌകര്യം കർഷകർക്ക് ലഭിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രം ഭക്ഷ്യവിഹിതം നിഷേധിച്ചാലും ഓണക്കാലത്ത് ന്യായവിലയ്ക്ക് ജനങ്ങൾക്ക് അരി എത്തിക്കുമെന്ന് മന്ത്രി GR അനിൽ. റേഷൻ കടകൾ വഴി ആവശ്യമായ അരി വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വെളിച്ചെണ്ണ വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വില കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മൃഗസംരക്ഷണ ക്ഷീരമേഖലയിലെ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ സംബന്ധിച്ച് മന്ത്രി J ചിഞ്ചുറാണി കേന്ദ്ര ക്ഷീരവികസന ഫിഷറി സഹമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി. 2002 മുതൽ രോഗങ്ങൾ ബാധിച്ച് ചത്ത കോഴി, താറാവ്, പന്നി തുടങ്ങിയവയുടെ ഉടമസ്ഥർക്കുള്ള നഷ്ടപരിഹാര തുക അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് കേന്ദ്ര സഹമന്ത്രി ഉറപ്പ് നൽകിയതായും ന്യൂഡൽഹി കൃഷിഭവനിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീമതി ചിഞ്ചുറാണി പറഞ്ഞു. +1 പ്രവേശനത്തിന്റെ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. 1ാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരമുള്ള വിദ്യാർത്ഥി പ്രവേശനം നാളെ രാവിലെ 10 മണി മുതൽ 8 വൈകുന്നേരം 4 വരെ നടത്തും. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ മികച്ച നിലയിൽ. 2ാം ദിനം ബാറ്റിംഗ് തുടരുന്ന ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 7 വിക്കറ്റിന് 569 റൺസ് എന്ന നിലയിലാണ്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ഇരട്ട സെഞ്ചുറി മികവിലാണ് ഇന്ത്യ മികച്ച സ്കോറിലെത്തിയത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.